നവരാത്രി സ്റ്റോറീസ് 9 ദിവസം 9 കഥകളും വരുന്ന ഈ സീരീസിലെ 5-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാർവതിയുടെ 5ാമത്തെ രൂപമായ സ്കന്ദമാതാവിനെ പറ്റി. പേരും തന്നെ തുടങ്ങും സ്കന്ദമാതാവ്, അതെ സ്കന്ദൻ്റെ മാതാവ്, അതായത് നമ്മുടെ മുരുകൻ്റെ മാതാവ് എന്നാണ് ഇത് പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ തക്ഷാസുരൻ എന്നൊരു ഭീകരനായ ഒരു അസുരൻ ഭൂമിയെ ആക്രമിക്കുകയും എന്നാൽ തക്ഷാസുരനെ ചേർത്ത് നിൽക്കാൻ ഒരു ദൈവങ്ങൾക്ക് സാധിച്ചില്ല. തക്ഷാസുരന് വരമുണ്ട്, ശിവൻ്റെ മകന് മാത്രമേ തക്ഷാസുരനെ കൊല്ലാൻ കഴിയുള്ളൂ എന്നുള്ളത്. ആ ഒരു അഹങ്കാരത്തിൽ തക്ഷാസുരനെ ആക്രമിക്കാൻ തുടങ്ങിയത്. കാരണം മഹാദേവൻ ഒരുപാട് കാലമായിട്ട് ധ്യാനത്തിലാണ്, അതുകൊണ്ട് ഉടനെ തന്നെ തനിക്ക് അന്ത്യമൊന്നുമില്ല എന്നുള്ള ആ ഒരു അഹങ്കാരത്തിലാണ് തക്ഷാസുരൻ ഈ ഒരു പ്രവൃത്തി ചെയ്തു തുടങ്ങി. അങ്ങനെ അഹങ്കാരം മൂത്ത തക്ഷാസുരൻ എല്ലാ ലോകത്തെയും തൻ്റെ കാൽ കീഴിലാക്കുന്ന അഹങ്കാരം കൊണ്ട് എല്ലാവരും യുദ്ധം ചെയ്യുകയും എന്നാൽ തക്ഷാസുരന് മുന്നിൽ എല്ലാവരും പരാജയപ്പെടുകയും ശിവപാർവതിക്ക് സ്കന്ദൻ എന്ന മകൻ ജനിക്കുകയാണ്, അതായത് കാർത്തികേയൻ, അതായത് മുരുകൻ. അങ്ങനെ അഹങ്കാരമൂത്ത തക്ഷകനെ കാണാൻ മുരുകൻ ചെല്ലുകയും മുരുകൻ തക്ഷാസുരനെ കൊല്ലുകയാണ് ചെയ്തത്. സ്കന്ദൻ്റെ കഥ. അപ്പോൾ എന്താണ് സ്കന്ദമാതാവിൻ്റെ പ്രാധാന്യം? ഒരു അമ്മ എങ്ങനെയാണെന്നുള്ളതാണ് പാർവതി ദേവി സ്കന്ദമാതാവിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ശക്തി കൊടുക്കുക തീർച്ചയായും തൻ്റെ മാതാവായ സ്കന്ദമാതാവ് തന്നെയായിരുന്നു. തനിക്ക് കൊടുക്കാനുള്ള ഒരു ശക്തിയും ആ ഒരു ധൈര്യവും എല്ലാം ദേവി തന്നെയായിരുന്നു മുരുകന് പകർന്നു നൽകിയത്. മാതാവിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ മാതാവിൻ്റെ ശക്തി എന്താണെന്നാണ് പാർവതി ദേവി ഈ കഥയിലൂടെ ചൂണ്ടിക്കാണിക്കും. ഒരു മാതാവിന് ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടിയും തൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ വളർത്തിയെടുക്കുമ്പോൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടിയും അതുപോലെ തന്നെ ഒരുപാട് സ്നേഹം നൽകും, അതുപോലെ നല്ല വൃത്തിയിൽ പരിപാലിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടിയെ പരിപാലിക്കേണ്ടതെന്നൊരു മാതൃകയാണ് സ്കന്ദമാതാവ്. പാർവതിയുടെ രൂപം നോക്കുകയാണെങ്കിൽ തന്നെ സ്നേഹത്തോടെ തൻ്റെ മകനെ മടിയിലിരുത്തി സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന ഒരു മാതാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലൂടെ നമുക്ക് പറയുന്നത് ഒരു അമ്മയുടെ സ്നേഹം, അമ്മയുടെ പരിപാലനം അത് ഒരിക്കലും ഒരു വീക്ക്നെസ് ആയിട്ടല്ല, അതൊരു കുട്ടിക്ക് എത്രത്തോളം ശക്തി കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം 6-ാം ദിവസത്തുള്ള ഒരു കഥയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. അതുവരെ നമസ്കാരം.